ഇതാണ് iQOO 9 Pro. ഇതിന്റെ ഒരു ടീസർ വീഡിയോ ഒക്കെ മുമ്പേ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഫോണിന്റെ ഡിസൈൻ ഒക്കെ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും. എന്തായാലും ഈ ഒരു വീഡിയോ ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് അൺബോക്സിംഗ് ആണ്. എല്ലാ വിവരങ്ങളും ഷെയർ ചെയ്യാം. Neo 7 Pro 32,000 രൂപ റേഞ്ചിലേക്ക് ഒരു ബെസ്റ്റ് ഫോൺ ആയിരുന്നു. അതിന്റെ അടുത്ത വേർഷൻ ആണ് iQOO 9 Pro. ആദ്യം ഒരു ക്വിക്ക് അൺബോക്സിംഗ്, അത് കഴിഞ്ഞിട്ടാവാം ബാക്കിയല്ല. അപ്പോൾ ഈ കാണുന്നതാണ് Neo 9 Pro ബോക്സ്. ഓപ്പൺ ചെയ്യുമ്പോൾ ഫോൺ കൈ കിട്ടുന്നുണ്ട്. ദ മോസ്റ്റ് പവർഫുൾ ആൻഡ് സ്റ്റൈലിഷ് ഡുവൽ ചിപ്പ് സ്മാർട്ട് ഫോൺ എവർ എന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് അവർ ചുരുക്കത്തിൽ പറയുന്നത്. ഫോണിനെ കുറിച്ച് പറയാം. അതിനു മുമ്പ് ബോക്സിൽ കേസ്, ഡോക്യുമെന്റേഷൻ പോലുള്ള കാര്യങ്ങൾ കാണുന്നുണ്ട്. ചാർജർ 120 വാട്ട്, ഒരു ചാർജിങ് കേബിള്, അത്രയും കാര്യങ്ങളാണ് ബോക്സിൽ. ബോക്സ് അങ്ങോട്ട് മാറ്റി വെക്കാം. ഫോണിലേക്ക് വരാം. ആദ്യം തന്നെ ഈ ഒരു ഫോണിന്റെ ഡിസൈൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഒരു ഡുവൽ ടോൺ ലെതർ ഡിസൈനിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. ക്യാമറ മോഡിലൊക്കെ ആണെങ്കിൽ ഒരു സ്ക്വയറിക്കൽ ക്യാമറ മോഡിൽ എന്ന് പറയാവുന്ന ഒരു ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം. ഫ്രണ്ടിലേക്ക് നോക്കി കഴിഞ്ഞാൽ 6.7 ഇഞ്ച് വരുന്ന പഞ്ച് ഹോൾ ക്യാമറ സെറ്റപ്പ് അടങ്ങുന്ന ഒരു നല്ല ക്വാളിറ്റി ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. 1.5K ഡിസ്പ്ലേ ആണ്, 144 ഹെർട്സിന്റെ ആണ്. ഡീസന്റ് ക്വാളിറ്റി ഡിസ്പ്ലേ നിങ്ങൾക്ക് ഇവിടെ കാണാം. വിഷ്വൽ ക്വാളിറ്റി ഒക്കെ ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. നല്ല ക്വാളിറ്റി ആണ്. ഇതിൽ പ്രത്യേകിച്ച് അങ്ങനെ എടുത്ത് പറയത്തക്ക പരാതികളൊന്നുമില്ല. മാത്രമല്ല iQOO ഉണ്ടായിരിക്കുന്ന അതേ ഡിസ്പ്ലേ തന്നെയാണ് ഇവിടെ എടുത്ത് കൊടുത്തിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ അവരുടെ ഫ്ലാഗ്ഷിപ്പ് ഫോണിലെ ഡിസ്പ്ലേ ആണ് ഈ ഒരു വരയ്ക്ക് അവർ കൊടുക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കുറ്റമൊന്നും പറയാനില്ല. താഴെ ഡുവൽ നാനോ സിം, ടൈപ്പ് സി പോർട്ട്, മെയിൻ മൈക്രോഫോൺ, സ്പീക്കർ ഗില്ല്, റൈറ്റ് സൈഡിൽ വോളിയം ബട്ടൺ, പവർ ബട്ടൺ, ടോപ്പിൽ IR ബ്ലാസ്റ്റർ, അതേപോലെ സെക്കൻഡറി മൈക്ക്, ലെഫ്റ്റ് സൈഡിൽ പ്രത്യേകിച്ച് ഒന്നും കാണുന്നില്ല. പിന്നെ ഈ ഫോണിൽ മൊത്തത്തിൽ IP54 വാട്ടർ റേറ്റിംഗും വരുന്നുണ്ട്. ഈ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറും വരുന്നുണ്ട്. സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം. പിന്നെ ഇതിന്റെ ഡിസ്പ്ലേയിൽ വെറ്റ് ടച്ച് ടെക്നോളജി വരുന്നുണ്ട്. കയ്യിലേക്ക് ഇത്തിരി വെള്ളമായിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് വർക്ക് ചെയ്യും. പിന്നെ സ്കോട്ട് സെൻസേഷൻ അപ്പിന്റെ പ്രൊട്ടക്ഷൻ ആണ് ഇതിന്റെ ഡിസ്പ്ലേയിലൊക്കെ കൊടുത്തിരിക്കുന്നത്. പിന്നെ വൈഡ് വൈൻ L1 സർട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. HDR ടേൺ ഒക്കെ നമുക്ക് ഇതിന്റെ നെറ്റ്ഫ്ലിക്സിന്റെ ഭാഗത്ത് നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. സോ മൊത്തത്തിൽ വിഷ്വൽ ക്വാളിറ്റിയിലും കാര്യങ്ങളൊന്നും ഒരു വിഷയമില്ല. സെറ്റ്. ഇനി ഇതിന്റെ പെർഫോമൻസ് വന്നു കഴിഞ്ഞാൽ Snapdragon 8 Gen2 ആണ് ഇതിനകത്ത് വരുന്നത്. അതിന്റെ ഒപ്പം തന്നെ ഇവരുടെ സൂപ്പർ കമ്പ്യൂട്ടിംഗ് ചിപ്പായ Q1 ഇതിനകത്ത് വരുന്നുണ്ട്. രണ്ട് ചേർന്ന് പെർഫോമൻസിന് യാതൊരു വിഷയമില്ലാത്ത രീതിയിൽ സ്മൂത്ത് ആയിട്ട് തരുന്നുണ്ട്. ഗെയിം ഒക്കെ 90 FPS BGMI കളിക്കാം, ഒരു വിഷയമില്ല. നോർമൽ യൂസിലും യാതൊരു പ്രശ്നം വരുന്നില്ല. Android 14 ഫൺ ടച്ച് OS 14 ബേസ്ഡ് ആണ്. 8 Gen2 നമുക്കറിയാം വൺ ഓഫ് ദ മോസ്റ്റ് സ്റ്റേബിൾ ചിപ്സെറ്റ് ആണ്. ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ളതാണ്. 1.7 മില്യൺ AnTuTu സ്കോറും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ടോട്ടലി യാതൊരു വിഷയവുമില്ല. ഇതിൽ തന്നെ Q1 ചിപ്പിന്റെ കാര്യം, അതിന്റെ പവർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗെയിമുകളെയൊക്കെ 144 FPS ഉയർത്തി കാണിക്കുക, MEMC-യിലൂടെ വീഡിയോകളെയൊക്കെ ഹൈ റെസൊല്യൂഷൻ ആക്കി കാണിക്കുക, അതേപോലെ ഗെയിമിനെയൊക്കെ സൂപ്പർ റെസൊല്യൂഷനിലേക്ക് ഉയർത്തി കാണിക്കുക, 900 പിക്സൽസിന്റെ സൂപ്പർ റെസൊല്യൂഷനിലേക്ക് ഉയർത്തി കാണിക്കുക. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഈ Q1 ചിപ്പ് ചെയ്യും എന്നുള്ളത് കൊണ്ട് തന്നെ ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഈ ഫോണിൽ ഇത്തിരി നെക്സ്റ്റ് ലെവൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. പെർഫോമൻസിൽ എനിക്ക് യാതൊരു ഇഷ്യൂ ഫേസ് ചെയ്തില്ല, നന്നായിട്ടുണ്ട്. iQOO ഫോണിൽ ഉപയോഗിക്കുന്നവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാം. ഇതിന്റെ റാം സ്റ്റോറേജ് നോക്കിയാൽ LPDDR5X റാമും UFS 4.0 സ്റ്റോറേജുമാണ് വരുന്നത്. ഇതിൽ 8GB റാം, 128GB സ്റ്റോറേജ്. അത് വന്നിട്ട് ഈ ഉടനെ സെയിലിൽ ഉണ്ടാവില്ല. അത് മാർച്ച് ആദ്യ ഭാഗത്തൊക്കെയാണ് വരിക എന്നാണ് പറയുന്നത്. ഒപ്പം തന്നെ അതിന്റെ സ്റ്റോറേജ് വന്നിട്ട് UFS 3.1 ആണ് കേട്ടോ. സോ ദ ഫുൾ പവർ കിട്ടണമെങ്കിൽ നിങ്ങൾ ചോദിക്കുന്നത് 8GB റാം, 256GB സ്റ്റോറേജ് എങ്കിലും എടുക്കണം. ഈ 128 വേണ്ട. പിന്നെ എക്സ്റ്റൻഡ് റാം ഒക്കെ വരുന്നുണ്ട്. 12GB റാമിന്റെ ഫോൺ എടുത്താൽ 12GB കൂടി ചേർത്ത് 24GB ആയിട്ട് ഉപയോഗിക്കാം. 8GB റാം ആണെങ്കിൽ 8+8 16GB ആയിട്ടും ഉപയോഗിക്കാം. അതിന്റെ ഒപ്പം തന്നെ 6K സൈസ് വരുന്ന വേപ്പർ ചേമ്പർ കൂളിംഗ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. സോ ഹീറ്റിംഗിന്റെ പ്രശ്നവും നമുക്ക് ഈ ഒരു ഫോണിൽ തൽക്കാലം ഫേസ് ചെയ്തിട്ടില്ല. സോ മൊത്തത്തിൽ iQOO 9 Pro എന്ന ഫോൺ പെർഫോമൻസിന്റെ ഭാഗത്ത് നിന്നും യാതൊരു ഇഷ്യൂ ഇല്ല. ആ ഒരു പ്രൈസിന് ടോപ്പ് ലെവൽ പെർഫോമൻസ്. ഇനി ഇതിന്റെ ക്യാമറയാണ്. 50 മെഗാപിക്സലിന്റെ സോണി OIS ക്യാമറയാണ് വരുന്നത്. ക്വാളിറ്റികൾ നമുക്ക് കണ്ടു നോക്കാം. മെയിൻ ക്യാമറ ഇമേജുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോസ് കാര്യങ്ങൾ നമുക്ക് ഡേ ലൈറ്റിലും ആർട്ടിഫിഷ്യൽ ലൈറ്റിലും ഒക്കെ എടുക്കാൻ സാധിക്കുന്നുണ്ട്. സെൽഫി ഇമേജുകൾ ഞാനിവിടെ കാണിക്കുന്നുണ്ട്. സോ ഫോട്ടോഗ്രാഫിയുടെ ഭാഗത്ത് യാതൊരു പ്രശ്നവുമില്ല. നല്ല ഫോട്ടോസ് നമുക്ക് ഈ ഫോണിൽ എടുക്കാൻ സാധിക്കുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് തീർച്ചയായിട്ടും കമന്റായിട്ട് ഷെയർ ചെയ്യാം. ഇതിൽ നല്ല രീതിയിൽ പോർട്രേറ്റ് ഇമേജുകൾ എടുക്കാൻ പറ്റുമെന്നുള്ളത് ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു 1x 2x രണ്ട് തരത്തിലും ഞാൻ സൂം ചെയ്ത് പോർട്രേറ്റ് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. അത് ഡേ ലൈറ്റിലും ആർട്ടിഫിഷ്യൽ ലൈറ്റിലും ഞാൻ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് ഈ പോർട്രേറ്റ് ഇമേജുകൾ വരുന്നത്. വീഡിയോ ക്വാളിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന തരത്തിലാണ് മെയിൻ ക്യാമറയുടെ വീഡിയോ ക്വാളിറ്റി ഒക്കെ വരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വീഡിയോസ് നമുക്ക് ഡേ ലൈറ്റിൽ എടുക്കാൻ സാധിക്കും. ഈവൻ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിൽ നമുക്ക് നല്ല വീഡിയോസ് എടുക്കാൻ സാധിക്കുന്നുണ്ട് ഈ കാണുന്ന തരത്തിൽ. സോ വീഡിയോ ക്വാളിറ്റി എങ്ങനെ നിങ്ങൾക്ക് ഓക്കെ ആണോ നോക്കുക. 8K 30 FPS വരെ നമുക്ക് മെയിൻ ക്യാമറയിൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഫ്രണ്ട് ക്യാമറയുടെ വീഡിയോ ക്വാളിറ്റി നിങ്ങൾ ഈ കാണുന്നതാണ്. ആർട്ടിഫിഷ്യൽ ലൈറ്റിലും ഡേ ലൈറ്റിലും ഞാൻ കാണിക്കുന്നുണ്ട്. ഇവിടെ പതിവ് പോലെ ഇത്തവണയും ഫുൾ HD തന്നെ ഉള്ളൂ. 4K ഒന്നും കൊടുത്തിട്ടില്ല എന്നുള്ളത് മാത്രം ഒന്ന് ഓർക്കുക. പിന്നെ ക്വാളിറ്റി നിങ്ങൾക്ക് ഇത് മതിയോ എന്ന് നോക്കുക. പിന്നെ നൈറ്റ് മോഡ്, വീഡിയോയിലടക്കം നമുക്ക് നൈറ്റ് മോഡിൽ വീഡിയോ എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ കാണാം. വേണമെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ യൂസ് ചെയ്യാം. അതുപോലെ ഫോട്ടോസിലും നൈറ്റ് മോഡ് വരുന്നുണ്ട്. അതിന്റെ ഒരു ക്വാളിറ്റിയാണ് ഈ കാണുന്നത്. സോ മൊത്തത്തിൽ ഇതിന്റെ ക്യാമറ അത്യാവശ്യം നല്ല ക്യാമറയാണെന്ന് വിചാരിക്കുന്നു. ബട്ട് നിങ്ങളാണ് ചൂസ് ചെയ്യേണ്ടത് ഇത് നിങ്ങൾക്ക് അടിപൊളിയായിരിക്കുമോ എന്നുള്ള കാര്യം. തീർച്ചയായിട്ടും കമന്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബാറ്ററിയിലേക്ക് വന്നു കഴിഞ്ഞാൽ 5160 mAh ബാറ്ററിയാണ്. 120 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് വരുന്നുണ്ട്. അതിലൊന്നും ഒരു പ്രശ്നവുമില്ല. പിന്നെ ഇതിൽ ഡുവൽ സ്റ്റീരിയോ സ്പീക്കറാണ് വരുന്നത്. അതിന്റെ സൗണ്ട് ക്വാളിറ്റി ഒന്ന് കേൾപ്പിച്ചു തരാം.
അപ്പോൾ സൗണ്ടിലും കാര്യങ്ങളിലൊന്നും വേറെ കുഴപ്പങ്ങളില്ല. അതേപോലെ കോൾ, നെറ്റ്വർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിച്ച് നോക്കി, ഒരു പ്രശ്നവുമില്ല. കോളിംഗ് ഒക്കെ ക്ലിയർ ആണ്. വേറെ നെറ്റ്വർക്ക് പരമായ ഇഷ്യൂസൊന്നും നമുക്കിതിൽ യാതൊന്നും വരുന്നില്ല. ഇനി ഇത് വരുന്നത് FunTouchOS 14 ആൻഡ്രോയിഡ് 14 ബേസ്ഡ് ആണ്. 3 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 4 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റുമാണ് കമ്പനി ഓഫർ ചെയ്യുന്നത്. പിന്നെ FunTouchOSന്റെ ഭാഗത്ത് ചില ഇൻട്രസ്റ്റിംഗ് ഫീച്ചേഴ്സ് ഉണ്ട്. ഒന്നതായി കാണുന്ന കൈനറ്റിക് വാൾപേപ്പർ ആണ്. നമ്മൾ എത്ര നടക്കുന്നു, നമ്മുടെ ഫുഡ് സ്റ്റെപ്പിനനുസരിച്ച് കൊണ്ട് ഈ പൂവ് വിരിഞ്ഞ് വരും. സോ ഒരു ഇൻട്രസ്റ്റിംഗ് ആയ സംഗതിയാണ്, വേണമെങ്കിൽ യൂസ് ചെയ്യാം. മറ്റൊന്ന് മിനി വിൻഡോ എന്ന ഫീച്ചറാണ്. അത് ഇതിൽ വന്നിരിക്കുന്നു. നിങ്ങൾക്ക് ഇവിടെ കാണാം, പോപ്പപ്പ് വിൻഡോ പോലെ ഇങ്ങനെ വരുന്ന ഈ ഒരു വിൻഡോ സംവിധാനം. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം ബാറ്ററി ഹെൽത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. സെറ്റിംഗ്സിൽ ബാറ്ററി ഹെൽത്ത്, ബാറ്ററിയുടെ ലെവൽ എത്രയാണെന്ന് കാണാം. ഇപ്പോൾ ഇതിന് 100% ഹെൽത്ത് ഉണ്ട്. അത് ഡ്രോപ്പ് ആവുന്നതനുസരിച്ച് ഇവിടെ കാണിക്കും. നിങ്ങൾക്ക് അത് അറിയാൻ സാധിക്കുമെന്ന് സാരം. സോ ഇങ്ങനെ ഒരുപാട് നല്ല ഫീച്ചറുകൾ FunTouchOSന്റെ ഭാഗത്ത് വരുന്നുണ്ട്. ആവശ്യക്കാരതൊക്കെ ഉപയോഗിച്ച് നോക്കുക. 8GB RAM 128GB സ്റ്റോറേജ് എന്ന കുറഞ്ഞ മോഡലിന്റെ സെയിൽ മാർച്ചിലേ ആരംഭിക്കുകയുള്ളൂ. മറ്റ് 2 മോഡലുകളുടെ സെയിൽ 22-ാം തീയതി 23-ാം തീയതിയുമായിട്ട് ആരംഭിക്കുന്നുണ്ട്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഡേറ്റ് ഒക്കെ. ഇനി ഇതിന്റെ പ്രൈസ് നോക്കിയാൽ 8GB RAM 128GB സ്റ്റോറേജിന് 33,999 ആണ്. 8GB RAM 256GB സ്റ്റോറേജിന് 34,999 ആണ്. 1000 രൂപയുടെ വ്യത്യാസമുള്ള 256GB കിട്ടാൻ. സോ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് 8GB RAM 256GB സ്റ്റോറേജ് എടുക്കാനാണ്. 1000 രൂപയുടെ വ്യത്യാസത്തിന് വേണ്ടി നിങ്ങൾ 128GB എടുക്കരുത്. ഇനി അടുത്തൊരു വേരിയന്റ് 12GB 256GB ആണ്. അതിന് 36,999 ആണ് പ്രൈസ്. പിന്നെ ഇതിൽ 2000 രൂപയുടെ ബാങ്ക് ഓഫർ വരുന്നുണ്ട്. അതുപോലെ 4000 രൂപയുടെ എക്സ്ചേഞ്ച് ഓഫറും വരുന്നുണ്ട്. സോ ഓഫേഴ്സ് എല്ലാം കളക്ട് ചെയ്യാൻ നോക്കുക. ബാങ്ക് ഓഫറോ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ഓഫർ ഏതെങ്കിലും ഒരെണ്ണം കിട്ടും, രണ്ടും കൂടി കിട്ടില്ല എന്നുള്ളത് ഓർക്കുക. പിന്നെ ഇവരുടെ സർവീസിനെ കുറിച്ച് പേടി വേണ്ട. വിവോയുടെ സർവീസ് ആണ്. 670 സർവീസ് സെന്ററുകൾ ഇഷ്ടം പോലെയുണ്ട്. സോ സർവീസ് ഡീസന്റ് ആയിട്ട് കിട്ടും. ഇനി അടുത്ത കാലത്ത് എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് സർവീസിന്റെ കാര്യം പ്രത്യേകം നോക്കണം എന്നുള്ളത്. സോ മൊത്തത്തിൽ അങ്ങനെയാണ് iQOO Neo 9 Proയുടെ കാര്യങ്ങൾ. സോ മൊത്തത്തിൽ iQOO Neo 9 Pro എന്ന് പറയുന്നത് ഈ മിഡ് റേഞ്ചിലെ ഒരു ബെസ്റ്റ് ബൈ എന്ന രീതിയിൽ തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഓവറോൾ നന്നായി തോന്നി. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? തീർച്ചയായിട്ടും കമന്റായി ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇതിന്റെ ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം, ചെക്ക് ചെയ്യാം. സോ അത്രയുമാണ് iQOO Neo 9 Proയുടെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയർ ഒക്കെ ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോ കാണാം.